ഈ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ പല സ്കൂളുകളിലെ പ്രശ്നങ്ങൾ, അധ്യാപകരുടെ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ഓർത്തൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ടീച്ചേഴ്സിന് വേണ്ടി ഒരു വർക്ക്ഷോപ്പ് നടത്തുകയുണ്ടായി. ജെന്റൽ ഡിസിപ്ലിനെ പറ്റിയുള്ള ഒരു വർക്ക്ഷോപ്പായിരുന്നു. പക്ഷെ ആ ടോപ്പിക്കിൽ നിന്ന് മാറി ടീച്ചേഴ്സിനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്, നിങ്ങളുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ചോദിച്ചു. ആ സമയത്ത് നല്ല ശതമാനം ടീച്ചേഴ്സും പറയുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. അതിന്റെ ഫലമായിട്ട് പല ടീച്ചേഴ്സും പലപ്പോഴും ഡൗൺ ആണ്, മെന്റലി ഭയങ്കരമായിട്ട് ടയർഡായി കാണപ്പെടുന്നു, ചില സമയത്ത് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ടീച്ചേഴ്സ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ ഒന്നോ രണ്ടോ കുട്ടികളെ വളർത്തുമ്പോൾ തന്നെ എത്രമാത്രം മെന്റലി ഡൗൺ ആകാറുണ്ട്. ചില സമയത്ത് ഇമോഷണലി ഒക്കെ നമ്മൾ ബേസ്റ്റ് ഔട്ട് ആകാറുണ്ട്, പൊട്ടിത്തെറിക്കാറുണ്ട്, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷൻസും വരാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ടീച്ചേഴ്സിനെ ഒന്ന് ഓർത്ത് നോക്കി, ഒരു ദിവസം എത്ര കുട്ടികളെയാണ് അവർ കാണുന്നത്, പല ക്ലാസ്സില്, പല സബ്ജക്റ്റുകള്, ഈവൻ കുട്ടികളെ മാത്രമല്ല അവരുടെ പേരൻസിനെ ഡീൽ ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ ഡീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ അവരുടെ മാനസിക ആരോഗ്യം ബെറ്റർ ആയിട്ട് അവർ സൂക്ഷിച്ചില്ല എങ്കിൽ, അവരുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തില്ല എങ്കിൽ അവർ എത്രമാത്രം മെന്റലി ഡൗൺ ആയി പോകുന്നുള്ളൊരു കാര്യം ടീച്ചേഴ്സൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത്രമാത്രം കുട്ടികളെയൊക്കെ മാനേജ് ചെയ്യേണ്ട സമയത്ത് വളരെയധികം മെന്റലി ഫിറ്റ് ആയിരിക്കേണ്ടത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി നമുക്ക് എല്ലാ ദിവസവും നമ്മൾക്ക് വേണ്ടിയുള്ള ടൈം, അതായത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ടൈം, ഒരു 30 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും സ്പെഷ്യലായിട്ട് കണ്ടെത്തി ആ ഒരു ടൈം വളരെ മീനിങ്ഫുൾ ആയിട്ട് ചെലവഴിക്കുക എന്നുള്ളത്. ആ സമയത്ത് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, റിലാക്സേഷൻ എക്സസൈസസ് ചെയ്യാം, നമ്മുടെ മൈൻഡിനെ കൂളാക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിലാക്സേഷൻ എക്സസൈസസ് ചെയ്യാം. ഇനി അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാം. അതായത് കുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗാർഡനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനോട് സംസാരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് ഔട്ടിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട്ണറുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്ന ആയിരിക്കും. അതൊരു ഡെയിലി ബേസിസിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും തോറും നമ്മൾ ഒത്തിരി പോസിറ്റീവായിട്ട് മാറുന്ന കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വളരെയധികം ഡേ ബൈ ഡേ നമ്മൾ മെന്റലി ടയർഡ് ആകുകയും ഫ്രസ്ട്രേഷൻസ് കൂടുകയും ചെയ്യുന്ന കാണാൻ സാധിക്കും. അപ്പം ചില സംബന്ധിച്ച് അവര് ചിലപ്പോൾ സ്പിരിച്വലി ഇൻവോൾവ് ആകുന്ന ആൾക്കാർ, ചിലപ്പോൾ പ്രെയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ബുക്സ് വായിക്കുന്നവർ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, പുറത്തേക്കുള്ള കാര്യങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ചെയ്യുന്ന പല ടീച്ചേഴ്സിനെയും പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട്, വളരെ എഫക്റ്റീവായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്കൊരു പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ ജെന്റ്ലി അല്ലെങ്കിൽ പേഷ്യന്റ്ലി ബിഹേവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും.